എറണാകുളം ജില്ലയിൽ H1N1 പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ്. ഈ വർഷം ജില്ലയിൽ H1N1 പനി ബാധിച്ച് 3 പേർ മരണപ്പെടുകയും 7 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടനെ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണെന്നും മുന്നറിയിപ്പ്. H1N1 പനിയാണ് അടുത്തിടെയായി എറണാകുളം ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തു വരുന്നത്. ഈ വർഷം ജില്ലയിൽ 134 പേർക്ക് സംശയാസ്പദമായ H1N1 രോഗവും 11 പേർക്ക് സ്ഥിരീകരിച്ച H1N1 രോഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എല്ലാവരും രോഗത്തിനെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാധാരണ വരുന്ന ജലദോഷപ്പനി 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞില്ലെങ്കിലോ പനി കൂടുകയാണെങ്കിലോ ശ്വാസംമുട്ട്, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാലോ ഉടനെ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. ചികിത്സ തേടുന്നതിലുള്ള കാലതാമസം രോഗം ഗുരുതരമാക്കുവാനും മരണം വരെ സംഭവിക്കുവാനും ഇടയാക്കും. വായു വഴിയാണ് രോഗം പകരുന്നത്. രോഗി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും H1N1 രോഗബാധിതരിൽ നിന്നും പുറത്തേക്ക് വരുന്ന രോഗാണുക്കൾ വഴിയാണ് മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത്. പനി, ചുമ, തൊണ്ടവേദന, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം സാധാരണഗതിയിൽ ലഘുവായ ഭക്ഷണക്രമങ്ങളും വെള്ളവും ആവശ്യത്തിന് വിശ്രമവുമാണ് പ്രധാനം. എന്നാൽ ഗർഭിണികളിലും കിഡ്നി, ഹൃദയ, വൃക്ക, പ്രമേഹ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലും മറ്റു ഗുരുതര രോഗങ്ങൾ ഉള്ളവരിലും H1N1 രോഗാണുബാധ ഗുരുതരമാകാനും മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് രോഗാരംഭത്തിൽ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.